നമസ്കാരം. സ്കൂൾ ഓഫ് എക്കണോമിക്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹാർദവമായ സ്വാഗതം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്തത് എന്താണ് മൈക്രോ എക്കണോമിക്സ്, എന്താണ് മാക്രോ എക്കണോമിക്സ് എന്നുള്ള കാര്യമാണ്. ഇനി നമ്മൾ നേരിട്ട് പോകുന്നത് പ്ലസ് ടുവിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് ഡിമാൻഡ് എന്ന ചാപ്റ്ററിലേക്കാണ്. അതിന് നമുക്ക് ആദ്യമേ അറിയേണ്ടത് ഹു ഈസ് എ കൺസ്യൂമർ, ആരാണ് ഒരു ഉപഭോക്താവ്. ദോസ് ഹു കൺസ്യൂം ഫൈനൽ ഗുഡ്സ് ഓർ സർവീസസ് for consideration, that person is called consumer. അതായത് those who consume final goods or services, ആരാണ് അന്തിമമായിട്ട് ഒരു സാധനമോ സേവനമോ വാങ്ങി ഉപയോഗിക്കുന്ന ആ വ്യക്തിയെ നമുക്ക് നിന്ന് വിളിക്കാം കൺസ്യൂമർ എന്ന് വിളിക്കാം. ഉദാഹരണമായിട്ട് നമുക്ക് ഈ ഡസ്റ്ററിന്റെ കേസ് തന്നെ ഒന്ന് നോക്കാം. ഈ ഡസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രോസസ്സിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഡസ്റ്റർ ആയിട്ടുള്ളത്, അതായത് ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ടുള്ളത്. അതിനു മുമ്പ് വേറൊരു കമ്പനി ഇതിന്റെ പ്ലാസ്റ്റിക് രൂപമായി പിന്നെ എന്താണ് ഈ പറഞ്ഞ ഈ ഭാഗം എല്ലാം കൂടെ ജോയിൻ ചെയ്താണ് അവരെന്താക്കി മാറ്റിയത്, ഒരു ഡസ്റ്റർ ആയിട്ട് ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് മാറ്റിയത്. അതാണ് നമ്മൾ അല്ലെങ്കിൽ അന്തിമ സാധനമാണ് നമ്മൾ അല്ലെങ്കിൽ ഒരു ആള് വാങ്ങുന്നത്. ഇതിനെ അല്ലെങ്കിൽ ആ വാങ്ങുന്ന വ്യക്തിയെ നമുക്ക് നിന്ന് വിളിക്കാം ഉപഭോക്താവ്, അല്ലെങ്കിൽ എന്തെന്ന് വിളിക്കാം കൺസ്യൂമർ എന്ന് വിളിക്കാം. ഇത്തരത്തില് സാധനങ്ങൾ മാത്രമല്ല നമുക്ക് അല്ലെങ്കിൽ ഉപഭോക്താവ് വാങ്ങുന്നത് അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുന്നത്. അദ്ദേഹം എന്തും കൺസ്യൂം ചെയ്യാറുണ്ട്, സേവനങ്ങൾ അല്ലെങ്കിൽ സർവീസും അദ്ദേഹം എന്ത് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യാറുണ്ട്. അന്നേരം അങ്ങനെയുള്ള വ്യക്തികളെ അല്ലെങ്കിൽ അന്തിമ സാധനങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങളെ കൺസ്യൂം ചെയ്യുന്ന വ്യക്തിയെ നമുക്ക് എന്തെന്ന് വിളിക്കാം കൺസ്യൂമർ എന്ന് വിളിക്കാം. അന്നേരം ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ ഈ കൺസ്യൂമറിന്റെ ബിഹേവിയറിനെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്, അല്ലെങ്കിൽ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയും. തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എക്സ്പ്ലെയിൻ ഹൗ ദ കൺസ്യൂമർ മാക്സിമൈസ് സാറ്റിസ്ഫാക്ഷൻ ഫ്രം കൺസംഷൻ എക്സ്പെൻഡിച്ചർ, അല്ലെങ്കിൽ ഒരു നിശ്ചിത വരുമാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൺസ്യൂമർ നടത്തുന്ന എന്താണ് ഉപഭോഗമാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പറയുന്നത്. അല്ലെങ്കിൽ അതിനെ നമുക്ക് എന്താ പറയാം തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയാം. ഉദാഹരണമായിട്ട് ഏതൊരു വ്യക്തിയായാലും അദ്ദേഹത്തിന്റെ വരുമാനത്തിൽ ഒക്കുന്ന വിധം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇൻകത്തിനനുസരിച്ച് ഏറ്റവും നല്ല ഉൽപ്പന്നം വാങ്ങാനായിരിക്കും ഏതൊരു കൺസ്യൂമറും ശ്രമിക്കുന്നത്. എന്നാൽ അതിനെ പറ്റിയാണ് നമ്മൾ എന്തിൽ പഠിക്കുന്നത്, തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറിൽ പഠിക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെക്കുക. ഹു ഈസ് എ കൺസ്യൂമർ, ആരാണ് ഒരു ഉപഭോക്താവ് എന്ന് പറയുന്നത്. ദോസ് ഹു കൺസ്യൂം ദ ഫൈനൽ ഗുഡ്സ് ഓർ സർവീസസ്, ദാറ്റ് പേഴ്സൺ ഈസ് കാൾഡ് കൺസ്യൂമർ. ആ പേഴ്സണെ നമുക്ക് നിന്ന് വിളിക്കാം കൺസ്യൂമർ എന്ന് വിളിക്കാം. പിന്നെ എന്താണ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്, എങ്ങനെയാണ് ഒരു ഉപഭോക്താവ് തന്റെ കയ്യിലുള്ള നിശ്ചിത വരുമാനം ഉപയോഗിച്ച് ആ സാധന സേവനങ്ങൾ വാങ്ങാൻ അദ്ദേഹത്തിന്റെ ആ ഒരു വില്ലിങ്നെസ്, അതിനെ നമുക്ക് ഏത് തിയറിയിൽ പറയാം, തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറിൽ പറയാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് നോക്കി വെച്ചേക്കുക. അന്നേരം നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കൂടുതൽ മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് എത്തിക്കാൻ ശ്രമിക്കുക. ബാക്കി കുറേശ്ശെയായിട്ട് നമുക്ക് ഓരോ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്യാം.